ഹലോ, ഇന്ന് രാവിലെ തന്നെ കോട്ടയത്തെ ദന്തൽ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ കറക്റ്റ് ടൈം റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടെ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടുന്ന് 2 സോഡ ലൈമും പിന്നെ 2 വെജ് കട്ട്ലേറ്റുമാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങളിനി തിരിച്ച് ചെന്നിട്ട് വേണം അച്ഛന് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട്. അവൾ രാവിലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ആരെങ്കിലും ബൈസ്റ്റാൻഡർ വേണമല്ലോ, അതുകൊണ്ടാണ് അച്ഛൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എക്സ്റേ എടുക്കാൻ പോയി. അങ്ങനെ എക്സ്റേ എടുത്തിട്ട് വീണ്ടും അവളെ അകത്ത് കയറ്റി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ പോസ്റ്റായി. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ് വന്നിട്ടുണ്ട്, അപ്പോഴാണ് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ പിന്നെ രാവിലെ വന്നാൽ ഉച്ച കഴിഞ്ഞിട്ടേ പോക്ക് നടക്കൂ. അവളാണെങ്കിൽ നല്ല വിശന്നിരിക്കുകയാണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ കാരണം ഹെവി ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കൽ തന്നെയാണല്ലോ. ഇവിടെ കോട്ടയത്ത് തന്നെയുള്ള ഫുട്ബോൾ റെസ്റ്റോ കഫേയിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈവനിങ് ടൈം ആണല്ലോ വന്നത്. അവരുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യലൊക്കെ അപ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. അമ്മ കഴിച്ചത് ബിരിയാണി ആയിരുന്നു. കുഞ്ഞാപ്പൻ കള്ളപ്പമാണ് കഴിച്ചത്. ഇപ്പോൾ പല്ലുവേദന ആയതുകൊണ്ട് ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് അൽഫാം മന്തി ആയിരുന്നു. എനിക്ക് മന്തി അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, ബിരിയാണി തന്നെയാണ് ഇഷ്ടം. പക്ഷേ എപ്പോഴും ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് ഇന്ന് വെറൈറ്റി ആയിട്ട് അൽഫാം മന്തി കഴിച്ചാലോ എന്ന് ഓർത്ത് അങ്ങനെ ഞാനും അച്ഛനും അൽഫാം മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഇവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കോട്ടയത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്ക റെസ്റ്റോറൻറ്റിൽ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈമാണ്, പക്ഷേ ഫുഡൊക്കെ നല്ല ഫ്രഷ് ആൻഡ് ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ദാ ഒരു മഴവില്ല്. വലിയ മഴവില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മഴവില്ല് കാണുന്നത്. അങ്ങനെ പോകും വഴി പിന്നെ ഞങ്ങൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് ഈവനിങ് ടൈം കഴിയുമ്പോഴാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത്. നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരും. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പാതിരാമണൽ ഐലൻഡ് കാണാം. അതുമാത്രമല്ല കുറേ ഹൗസ് ബോട്ട്സ് കാണാം. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. എനിക്ക് കുറേ നാളായിട്ട് ഇതിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ പേടിയാണ്, കയറാൻ തോന്നില്ല. പിന്നെ ഞാനും അമ്മയും ചോക്കോ ബാറും അച്ഛനൊരു മാംഗോ ബാറും കൂടെ കഴിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. നല്ല തലവേദനയുണ്ട്, പോയി കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.